അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമസലരായ വിദ്യാർത്ഥികളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദിനംപ്രതി 17 തവണ നമ്മൾ ഇലാഹായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഋജുവായ പാതയിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നുള്ളത്. വക്രമായ ഒട്ടനവധി വഴികളുള്ള ഇടങ്ങളിലാണ് ഋജുവായ പാതയുടെ പ്രസക്തിയും പ്രാധാന്യവും നാം തിരിച്ചറിയുക. ഇസ്ലാമിക ചരിത്രത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലാനന്തര ശേഷം പിന്നീട് നിരവധി പ്രക്ഷുബ്ധതകളുടെ ഒരു കാലഘട്ടമുണ്ടായി. നബി പറഞ്ഞ് പഠിപ്പിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ വഴികേടിലാക്കുവാൻ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും ജനപദങ്ങളെ മാറ്റി സഞ്ചരിപ്പിക്കുവാൻ ഖവാരിജുകളുണ്ടായി, പിന്നീട് വന്ന മുഅ്തസിലകളുണ്ടായി, അങ്ങനെ നിരവധി അവാന്തര വിഭാഗങ്ങളുണ്ടായി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ സമുദായം 73 വിഭാഗമായി വിഭജിക്കപ്പെടും, അതിലൊന്നല്ലാതെ മറ്റൊന്നും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആ പറഞ്ഞത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും നമ്മൾ സ്വർഗത്തിലാണ് എന്ന് നമ്മുടെ വിശ്വാസധാരകൾക്ക് കീഴിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്നതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഇസ്സത്തോടുകൂടി 100 വർഷം പിന്നിട്ട സംഘടനയ്ക്ക് കീഴിലാണ്. എന്തുകൊണ്ട് സമസ്ത എന്നുള്ള ചോദ്യം വളരെയേറെ പ്രസക്തവും പ്രാധാന്യമുള്ളതാണ്. 1921 മലബാർ സമര കാലഘട്ടത്തിൽ അന്നിവിടെയുള്ള മാപ്പിളകളെ മുസ്ലിം വിഭാഗങ്ങൾ മുഴുവൻ ധാരാളം പ്രശ്നങ്ങളുടെ പേരിൽ പലവിധ പീഡനങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ആ പീഡനകാലത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് 1924 KM മൗലവി ഐക്യസംഗമമായി മുന്നോട്ട് വരുന്നത്. അവിടെ ഒരു ബദൽ സൃഷ്ടിക്കുവാൻ, പ്രതിരോധം സൃഷ്ടിക്കുവാൻ 1925 കുറ്റിച്ചിറ ജുമുഅത്ത് മസ്ജിദിൽ ആദ്യമായി കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പണ്ഡിതന്മാർ, ഉമറാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ഐക്യസംഘത്തെ പ്രതിരോധിക്കണം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ സംസ്ഥാപിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്. സിൻഫാന മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാഉ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ സമുദായത്തിലെ 2 വിഭാഗങ്ങൾ നന്നായാൽ ആ സമുദായം ആകെ നന്നാവുകയും എന്റെ സമുദായത്തിലെ 2 വിഭാഗങ്ങൾ ദുഷിച്ചു കഴിഞ്ഞാൽ ആ സമുദായം ഒന്നാകെ ദുഷിച്ചു എന്നുമാണ് നബി പറഞ്ഞത്. അത് ഉലമാക്കളെയും ഉമറാക്കളെയും സംബന്ധിച്ചാണ്. അങ്ങനെ 25 ഉലമ ഉമറ സംഗമങ്ങളുണ്ടായി. കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നു. ശേഷം 1 വർഷത്തിന് ശേഷം ഹാഷിം ചെറുകുന്നിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തമായ പ്രത്യയശാസ്ത്രം അവിടെ ഒരു സംഘടിത രൂപം കൈവരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തയുടെ പ്രവർത്തനങ്ങൾ ആദ്യത്തെ ഒരു 25 വർഷക്കാലത്തോളം പ്രതിരോധത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഉറച്ചു നിന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു 25 വർഷം നമ്മൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള സംസ്ഥാപനങ്ങൾക്കാണ് സമസ്ത ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമുള്ള വർഷങ്ങളിലാണ് നമ്മൾ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലേക്ക്, പൊതുവായ പരിപാടികളിലേക്കെല്ലാം കടന്നു ചെല്ലുന്നത്. അങ്ങനെ 26-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നു. അന്നിവിടെ ഉണ്ടായിരുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളെ, വഹാബിസത്തിന്റെ ആശയങ്ങളെ മുഴുവൻ അതിന്റെ വേദികളിൽ പോയി അതെവിടെയാണോ നടക്കുന്നത് അതിന്റെ സമീപങ്ങളിൽ തന്നെ അതിന് മറുപടികൾ നൽകുന്നു. ബഹുഭൂരിപക്ഷം ആളുകൾ സമസ്തക്കൊപ്പം നിലനിൽക്കുന്നു. കേരള മുസൽമാന്റെ ചരിത്രം എന്ന് പറയുന്നത് സമസ്തയുടെ ചരിത്രം കൂടിയിട്ടാണ്. ഇന്ന് ഏതെല്ലാം മുസ്ലിം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുവോ അവരുടെ എല്ലാം ആശയ ആദർശങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചെറുതല്ലാത്തൊരു കടപ്പാട് സമസ്തയോട് എന്നും അവർക്ക് വെച്ചു പുലർത്തുവാനുണ്ടാവും. കാരണം മദ്രസ സംവിധാനങ്ങൾ രൂപീകരിച്ചത്, ഇവിടെയുള്ള ആശയ ആദർശങ്ങൾക്ക് സംസ്ഥാപനങ്ങൾ ഏകിയത് സമസ്തയാണ്. 1951 അത്തരത്തിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ്. സമസ്ത ആദർശപരമായി വിദ്യാർത്ഥികളിലൂടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെ തഴച്ചു വളരുന്നതിനിടയിലാണ് 1961 യുവജന സംഘത്തിന് രൂപീകരണം നൽകുന്നത്. അന്ന് ശംസുൽ ഉലമ പറഞ്ഞത് SYS എന്നുള്ളത്, യുവജന സംഘം എന്നുള്ളത് സമസ്തയുടെ ഊന്നുവടിയാണ് എന്നാണ്. യുവാക്കൾ പലവിധ കാഴ്ചപ്പാടുകളിലേക്ക് പോയപ്പോൾ അവരെ പിടിച്ചു നിർത്തിയതും സമസ്ത എന്ന് പറയുന്ന ആശയത്തിന് ഒരുമിപ്പിച്ച് നിർത്തിയതും ബഹുമാനപ്പെട്ട
സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വീക്ഷണപ്രമാണമുള്ള കാഴ്ചപ്പാടിന്റെ ഫലമാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. SBയിലൂടെയാണെങ്കിൽ മറ്റും എല്ലാം സമസ്ത അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. മരണം വരെയും ആ ഒരു ആദർശത്തിന് കീഴിൽ അടിയുറച്ച് നിൽക്കുവാൻ നാം തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.